നമസ്കാരം. സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ നരനായാട്ട് സ്വന്തം ജനതയുടെ മേൽ ഇന്ദിര എന്ന പെൺ ഹിറ്റ്ലർ നടത്തിയിട്ട് 49 വർഷം പൂർത്തിയാകും. അടിയന്തരാവസ്ഥയ്ക്ക് 49 വയസ്സ്. പാർലമെന്റിൽ മോദിക്കെതിരെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് മനഃപൂർവ്വം മറക്കുന്നതാണ് ഇന്ത്യയിലെ നമ്മുടെ പൂർവികർക്ക് നേരെ ഇന്ദിരാഗാന്ധി നടത്തിയ നരനായാട്ട് എന്ന് BJP വക്താക്കൾ അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കൊടിയ ഭരണകൂട ഭീകരതയുടെ ഓർമ്മപ്പെടുത്തലാണ് അടിയന്തരാവസ്ഥയുടെ വാർഷികമെന്ന് പറയപ്പെടുന്നത്. വിമർശനങ്ങൾക്കൊട്ടും പഴുതില്ലായിരുന്ന ആ നാളുകളിൽ കേരളത്തിൽ നിന്നൊരു വേറിട്ട ശബ്ദം ഉയർന്നു കേട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അധികമാരും ചർച്ച ചെയ്തിട്ടില്ലാത്ത ആ അധ്യായമാണ് ഇവിടെ നമ്മൾ പറയാനും പോകുന്നത്. രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസികൾ പോലും പലപ്പോഴും ഭരണക്കാരുടെ കയ്യാളുകളായി മാറിയ വർത്തമാനകാലത്ത് ഈ ചരിത്രം പറയുന്നതിന് പ്രസക്തി വളരെ വലുതാണ് എന്നുള്ളതാണ്. വിമർശിക്കുന്നവർ നികൃഷ്ടജീവിയും വിവരദോഷിയുമൊക്കെ ആകുന്നത് നാട്ടുനടപ്പായി മാറുമ്പോൾ, പ്രത്യേകിച്ചും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ 49ാം വാർഷിക ദിനമാണ് ഇന്ന് ജൂൺ 25-ന്. പൗരാവകാശങ്ങൾ ചവിട്ടിമതിക്കപ്പെട്ട അക്കാലത്ത് ബഹുഭൂരിപക്ഷം സാംസ്കാരിക നായകരും സമുദായ നേതാക്കളുമൊക്കെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് സ്തുതിഗീതം പാടുകയും മംഗളപത്രം സമർപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്ന ഒരു കാലഘട്ടം. അടിയന്തരാവസ്ഥയുടെ മറവിൽ ആയിരക്കണക്കിന് പ്രതിപക്ഷ നേതാക്കളെയും പ്രവർത്തകരെയും സർക്കാർ അവരുടെ കരുതൽ തടങ്കിലാക്കിയ കാലഘട്ടം. അടിച്ചമർത്തലിൻ്റെയും നരനായാട്ടിൻ്റെയും കഥകൾ പുറത്തു വരാതിരിക്കുവാൻ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ കാലം. അത് വല്ലാത്തൊരു കാലമായിരുന്നു. ഒട്ടുമിക്ക മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും സർക്കാരിന് കീഴടങ്ങി കിടക്കുകയായിരുന്ന കാലഘട്ടം. ഇന്ത്യൻ എക്സ്പ്രസ്, സ്റ്റേറ്റ്സ്മാൻ തുടങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങളും മറ്റു ചില പ്രാദേശിക ദിനപത്രങ്ങളും വാരികകളുമൊക്കെ ആവും വിധം പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്തു. ആരെയും ഏതു നേരത്തും അറസ്റ്റ് ചെയ്യാവുന്ന അവസ്ഥയായിരുന്നു അന്ന് ഇന്ത്യയിൽ. രാജ്യം മുഴുവൻ ഭയത്തിൻ്റെ അന്തരീക്ഷം നിറഞ്ഞു നിന്നിരുന്നു. സർക്കാരിനെതിരെ പ്രതികരിക്കുവാൻ എഴുത്തുകാരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഭയന്നു നിന്നപ്പോൾ പൗരാവകാശങ്ങളും മാധ്യമ സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തുല്യനായിട്ടുള്ള ഒരാൾ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് അയക്കുന്നു. ഈ കത്ത് ഏകാധിപതിയായ പ്രധാനമന്ത്രിയെ ചൊടിപ്പിക്കുകയും ചെയ്യുന്നു. ആ വന്ധ്യവയോധികനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ ഇന്ദിര ഉത്തരവിട്ട കഥ കേരളത്തിലെ മാധ്യമങ്ങളോ ചരിത്രകാരന്മാരോ വേണ്ട വിധം പരിഗണിച്ചിട്ടില്ല എന്നതാണ് പരമാർത്ഥം. മാർത്തോമാ സഭയുടെ തലവനായിരുന്ന യൂഹനോൻ മാർത്തോമാ മെത്രോപ്പൊലിത്തയാണ് 1976 ഓഗസ്റ്റ് മാസം 25-ന് അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർവപ്രതാപിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതിയത്. മാധ്യമ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും പുനഃസ്ഥാപിക്കണമെന്നതായിരുന്നു അന്നത്തെ പ്രധാന ആവശ്യം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 1 വർഷം കഴിഞ്ഞായിരുന്നു ഇത്. ഈ കത്ത് ഡൽഹിയിലെ ഏകാധിപതിയെ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിട്ടുള്ള സഭാതാരകയിലും കത്ത് പ്രസിദ്ധീകരിച്ചു. കത്ത് കണ്ട് വിറവുണ്ട ഇന്ദിരാഗാന്ധി മെത്രാനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോന് നിർദ്ദേശം നൽകുകയും ചെയ്തു. പക്ഷേ കരുണാകരനായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി. യൂഹനോൻ മാർത്തോമായുടെ അടുത്ത സുഹൃത്തായിരുന്ന അച്യുതമേനോൻ അറസ്റ്റ് സാധ്യമല്ലെന്ന നിലപാട് കരുണാകരനും സ്വീകരിച്ചു എന്നത് അക്കാലത്ത് മന്ത്രിയായിരുന്ന ബാലകൃഷ്ണപിള്ള തൻ്റെ ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. സെൻസർഷിപ്പും ചിന്താ സ്വാതന്ത്ര്യവും എന്ന അധ്യായത്തിൽ ബാലകൃഷ്ണപിള്ള അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. മാർത്തോമാ സഭയുടെ പ്രസിദ്ധീകരണമായിട്ടുള്ള സഭാതാരകയിൽ അഭിമന്യനായിട്ടുള്ള യൂഹാനോൻ മാർത്തോമാ മെത്രോപ്പൊലിത്ത അടിയന്തരാവസ്ഥയെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതി. അന്നത്തെ സാഹചര്യത്തിൽ അസംഭവ്യമായ കാര്യമായിരുന്നു അത്. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ വിമർശനങ്ങളാൽ തിരുമേനി അന്ന് വീർപ്പുമുട്ടിച്ചു. സ്വാഭാവികമായിട്ടും പോലീസുകാർ ആ പ്രസിദ്ധീകരണം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള കരുണാകരൻ്റെ പക്കൽ എത്തിക്കുകയും ചെയ്തു. ഉന്നത ശീർഷനും സർവാധരണീയനുമായിട്ടുള്ള യൂഹാനോൻ തിരുമേനി അദ്ദേഹം എഴുതിയ ലേഖനത്തെ അതിൻ്റെ സെൻസിൽ തന്നെയാണ് കാണുവാൻ, അല്ലെങ്കിൽ അങ്ങനെ കാണുവാൻ തന്നെയാണ് കരുണാകരൻ തയ്യാറാകുകയായിരുന്നു. അങ്ങനെ ആ ലേഖനം മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴും കരുണാകരനെ എതിർക്കുവാനുള്ള തിരുമേനിയുടെ അവകാശത്തെ അംഗീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. മന്ത്രിസഭ ഐകകണ്ഠേന ആ നിലപാടിനെ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അടിയന്തരാവസ്ഥയിൽ സർവപ്രതാപിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി തീരുമാനിച്ചിട്ടും നടക്കാതെ പോയ ഏക അറസ്റ്റും ചിലപ്പോൾ ഈ മെത്രാൻ്റേതാകാനാണ് സാധ്യത. അച്യുതമേനോനും കരുണാകരനുമൊക്കെ സ്വീകരിച്ച നിലപാടുകളായിരിക്കാം ആ അറസ്റ്റ് തടഞ്ഞത് എന്നുള്ള വസ്തുത മറക്കാനാകില്ല എന്നുള്ളതാണ്. അധികാരത്തിലുള്ളവരോട് ഒട്ടിനിന്ന് കിട്ടുന്നതൊക്കെ അടിച്ചെടുക്കുക എന്ന സമുദായ നേതാക്കളുടെ പൊതു സ്വഭാവത്തിൽ നിന്ന്
വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ആ താപസശ്രേഷ്ഠനായിട്ടുള്ള അദ്ദേഹം സ്വീകരിച്ചത്. ആ നിലപാടാണ് ഇന്ദിരാഗാന്ധിയെ ചൊടിപ്പിച്ചത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെക്കുറിച്ച് പലരും എഴുതിയിട്ടുള്ള ചരിത്രങ്ങളിലൊക്കെ അധികമൊന്നും രേഖപ്പെടുത്താതെ പോയ ഒരു അധ്യായം കൂടിയാണ് ഈ യൂഹാനൻ മാർത്താമയുടേത്, അല്ലെങ്കിൽ ആ കത്തിൻ്റേത്. അദ്ദേഹം 1976 സെപ്റ്റംബർ മാസം 27 വിട പറയുകയും ചെയ്തു ഈ ലോകത്തോട്. ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടാൽ കലാപശ്രമത്തിന് കേസെടുക്കുന്ന കാലത്ത് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ യൂഹന്നാൻ മാർത്തോമായുടെ ധീരത പകരം വയ്ക്കാനില്ലാത്തതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ അടിയന്തരാവസ്ഥയെ കുറ്റം പറയുന്നവർ ഭരണം കൈയാളുന്ന കേന്ദ്രത്തിലും കേരളത്തിലും ഇക്കാര്യത്തിൽ സ്ഥിതി ഏറെക്കുറെ സമാനമാകുന്നു എന്നതാണ് വിരോധാഭാസം എന്ന് പറയപ്പെടുന്നത്. അതേസമയം ഇവിടെ ഞാൻ മറ്റൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കൂരിട്ടില്ലാത്ത പൂച്ചയെ തപ്പുന്നത് പോലെ മോദിക്കെതിരെ ഫാസിസം എന്ന് വിളിച്ചു പോകുന്നവർ ഇന്ത്യയിൽ യഥാർത്ഥമായിട്ടുള്ള ഫാസിസം എന്ത് എന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും. അങ്ങനെ ഇപ്പോൾ സന്ദീപ് ബച്ചസ്പതി ഒരു FB പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഭാരതയക്ഷി എന്നോ ഭാരതഭൂതന എന്നോ എന്താണ് ഇന്ദിരാഗാന്ധി എന്ന ഈ മനുഷ്യമൃഗത്തെ വിശേഷിപ്പിക്കേണ്ടത് എന്ന്. സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ നരനായാട്ട് സ്വന്തം ജനതയുടെ മേൽ ഇന്ദിര നടത്തിയിട്ട് 49 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ കൂരിട്ടില്ലാത്ത പൂച്ചയെ തപ്പുന്നത് പോലെ മോദിക്കെതിരെ ഫാസിസം എന്ന് വിളിച്ചു കൂവുന്നവർ ഇന്ത്യയിൽ യാഥാർത്ഥ്യമായിട്ടുള്ള ഫാസിസം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഷോ കാണിക്കലല്ല ഫാസിസത്തിന് എതിരായിട്ടുള്ള പോരാട്ടം എന്നുകൂടി അറിയുക. രാജ്യം കണ്ട ഏക ഫാസിസ്റ്റ് നടപടിയെ ജീവനും ജീവിതവും നൽകി തോൽപ്പിച്ചവരാണ് ഇന്ന് ഭരണത്തിലുള്ളത് എന്നും അടിയന്തരാവസ്ഥയെ വായിച്ചെങ്കിലും അറിയാത്തവർക്ക് ഇന്ദിര എന്നാൽ ഇന്ത്യയാണ്, ഉരുക്കു വനിതയാണ്, അമ്മയാണ്, അങ്ങനെ പലതുമാണ് ഇന്ദിരാഗാന്ധി എന്നുള്ളത്. എന്നാൽ ജനാധിപത്യം എന്ന ഏറ്റവും സുന്ദരമായ ഭരണ സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പൂർവികർ താണ്ടിയ ദുരിതപർവമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സൗഭാഗ്യമെന്ന തിരിച്ചറിവ് ഉള്ളവർക്ക് ഇന്ദിര എന്ന പെൺ ഹിറ്റ്ലറെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ദിര എന്ന പേര് ചോരയുടെ, കണ്ണീരിൻ്റെ, നിസ്സഹായ വിലാപങ്ങളുടെ, കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയുടെയൊക്കെ മറുപേരായി ഓർമ്മിക്കാനാകൂ എന്ന് പറയട്ടെ. മറിച്ചുള്ള ചിന്ത, അങ്ങനത്തെ ഒരു ചിന്ത തന്നെ ഇരകളാക്കപ്പെട്ട നിസ്സഹായ ജന്മങ്ങളുള്ള ചെറുത്തുനിന്ന ധീര പോരാളികളുള്ള വെല്ലുവിളിയാണ് എന്ന് പറയേണ്ടത്. ചരിത്രബോധമില്ലായ്മയാണ് ഓരോ ജൂൺ 25 ഉൾക്കൊള്ളത്തോടെ അല്ലാതെ ഓർക്കാൻ കഴിയില്ല. കാലം മാറി ജനിച്ച പുതുതലമുറയ്ക്കിപ്പോൾ ചെയ്യാനാകുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതകളുടെ ഓർമ്മ പുതുക്കൽ മാത്രമാണ് ഈ ദിനങ്ങൾ എന്നുള്ളതാണ്. അതിന് കാരണക്കാരായവരെ, അവരെ പ്രകീർത്തിക്കുന്നവരെ ഓരോ നിമിഷവും പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത് മാത്രമാണ്. അതുമാത്രമാണ് ഇരയായ ആ നിസ്സഹായ ജന്മങ്ങൾക്ക് നൽകാവുന്ന തിലോദകം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ നരനായാട്ട് തന്നെയായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ അടിയന്തരാവസ്ഥ പിന്നിടുന്നത് 49 വർഷം കൊണ്ടാണ്. 49ാമത്തെ വർഷം. ഇന്ന് ജൂൺ 25 നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആ കറുത്ത ദിനത്തെക്കുറിച്ച്. ആ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് പലതരത്തിലുള്ള കഥകളുണ്ട്, പലതരത്തിലുള്ള ചിന്തകളുണ്ട്. പലർക്കും പറയുവാൻ അന്നത്തെ ഇരുണ്ട ഭൂതകാലത്തെക്കുറിച്ച് പറയുവാനുള്ള ഓർമ്മകളുണ്ട്. എങ്കിൽ കൂടിയും ചിലതൊക്കെ ഓർത്തെടുക്കുവാൻ ഈ കറുത്ത ദിനത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയാൻ കഴിയും.